ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണം. അപ്പോൾ എല്ലാവർക്കും സുഖവും സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഒരു പുതുവത്സരം ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറന്ന് നമ്മുടെ ജീവിതത്തിൽ വന്ന ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും പ്രയാസങ്ങളെയൊക്കെ നമ്മൾ മറികടന്നിട്ട് നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. പുതുവർഷത്തിൽ എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം പരാജയമാണെങ്കിൽ ഇനി അവിടുന്ന് അങ്ങോട്ട് വിജയം നിറഞ്ഞ ഒരു ലൈഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്കെല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് പ്രവർത്തിക്കാം. നമ്മൾ നല്ല നല്ല തീരുമാനങ്ങൾ എടുത്താൽ അത് നടപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നടന്ന പരിശ്രമങ്ങളിൽ നമ്മൾ വിജയിക്കുകയോ ഒന്നുകിൽ വിജയിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മളതിന് ഒരു പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ട പാഠം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് കരുത്ത് പകരും. ഒരിക്കലും ഒരു പരാജയം നമ്മളെ തളർത്താൻ പാടില്ല. ഒരു പരാജയം നമ്മളെ തളർത്തുകയില്ല. കാരണം അതിൻ്റെ ഒരു പരാജയമാണ് വിജയത്തിൻ്റെ ചവിട്ടുപടി. നമ്മൾ എത്ര പരാജയപ്പെടുന്നോ അത്രയും നമ്മൾ കരുത്തരാവുകയാണ് ചെയ്യുക. നമ്മളതിൽ നിന്ന് പുതിയ പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് മുന്നേറാനുള്ളൊരു ശ്രമം നടത്തും. ഓരോ പരാജയങ്ങളും നമുക്ക് ഓരോരോ പാഠങ്ങളാണ് മനസ്സിലാക്കി തരുന്നത്. പല പരീക്ഷണങ്ങളും പല ചിന്തകളും പല കാഴ്ചകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടാവാം. അതിൽ നിന്നൊക്കെ നമ്മൾ ഓരോരോ പാഠങ്ങളാണ് പഠിച്ചിട്ടുണ്ടാവുക. ഓരോ കാര്യങ്ങളും നമുക്ക് സംഭവിക്കുമ്പോൾ നമ്മളതിൽ നിന്നും ഓരോ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ചീത്തതായാലും നല്ലതായാലും നമ്മളതിൽ നിന്ന് ഓരോ പാഠം ഉൾക്കൊള്ളുന്നുണ്ട്. നമ്മുടെ അനുഭവങ്ങൾ തന്നെയാണ് നമ്മുടെ പാഠപുസ്തകം. അനുഭവങ്ങളില്ലാത്ത ഒരാൾക്കും ഒന്നിനെക്കുറിച്ചും സംസാരിക്കാൻ കഴിയില്ല. കാരണം അവരുടെ അനുഭവങ്ങളാണ് അവരെ പാഠം പഠിപ്പിക്കുന്നത്. അവർ ജീവിക്കാനുള്ള ഊർജം പകരണതും അവരുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഓരോ പ്രശ്നങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറാതെ കരുത്തുള്ള ഒരു മനസ്സുമായിട്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ ജീവിത വിജയം നമ്മുടെ കൈകളിലാണ്. ആരെയും ചതിച്ചിട്ടോ വഞ്ചിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഒന്നും നേടാതിരിക്കുക. അങ്ങനെയുള്ള നേട്ടങ്ങളൊന്നും ശാശ്വതമല്ല. താൽക്കാലിക വിജയം മാത്രമായിരിക്കും അത്. മറ്റുള്ള ഒരാൾക്ക് വിഷമം നൽകുന്ന ഒരു കാര്യവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് നമ്മുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, കൂടപ്പിറപ്പുകളായിക്കോട്ടെ, നമ്മുടെ സ്വന്തം ആൾക്കാരായിക്കോട്ടെ, ആരെയും വിഷമിപ്പിച്ചിട്ട് ഒരു കാര്യവും നേടിയാലത് നല്ലതല്ല എന്നാണ്. ആ നേട്ടം ഒരിക്കലും ഒരു നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത് താൽക്കാലികമായൊരു വിജയം മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഒരു നേട്ടം മാത്രമായിരിക്കും. പരസ്പരം സഹായിച്ചും മറ്റുള്ളവരെ സ്നേഹിച്ചും മറ്റുള്ളവരുടെ പ്രാർത്ഥനയിൽ നമ്മൾ ഉണ്ടായിരിക്കുന്നതിന് വേണ്ടിയും നമ്മളെപ്പോഴും അതിനു വേണ്ടിയിട്ട് വേണം ശ്രമിക്കാൻ. നമ്മുടെ വിജയം എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ മനസ്സിലും അവരുടെ പ്രാർത്ഥനയിലും നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ജീവിത വിജയം. മറ്റുള്ളവർ നമ്മളെ സ്നേഹത്തോടു കൂടി ഓർക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ നമ്മുടെ സ്ഥാനം എത്ര ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഓർമ്മയിൽ, അവരുടെ ചിന്തയിൽ നമ്മളുണ്ടായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ നല്ലൊരു പ്രവൃത്തി ചെയ്താൽ മാത്രമേ മറ്റുള്ളവരുടെ മനസ്സിൽ നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. നല്ല പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. നമ്മൾ പഠിപ്പിക്കുക എന്ന് തന്നെയാണ് ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ പറയേണ്ടത്. കാരണം തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി മനുഷ്യനാണ്. ഏറ്റവും കൂടുതൽ തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കാണ് മനുഷ്യന്മാർക്കാണ്. തെറ്റിൽ നിന്ന് നമ്മളെ മനസ്സിനെ പിന്തിരിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പുതുവർഷത്തിലേക്ക് നമുക്ക് തെറ്റുകൾ ചെയ്യാതെ
മറ്റുള്ളവരെ സ്നേഹിച്ച് മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലും ഓർമ്മയിലും മനസ്സിലും നമ്മൾ ഉണ്ടായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നല്ല പ്രവൃത്തികൾ ചെയ്താലാണ് നമ്മൾ മറ്റുള്ളവരുടെ ഓർമ്മയിലും സ്നേഹത്തിലും അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊക്കെ നമ്മൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലത് ചെയ്ത് നല്ലത് മാത്രം ചിന്തിച്ച് നല്ലതിന് വേണ്ടി പ്രയത്നിച്ച് നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരോടും ഹാപ്പി ന്യൂ ഇയർ.